ഹായ് ഹലോ മക്കൾ, ഇറ്റ്സ് മീ അൻഷി ഫ്രം MS സൊല്യൂഷൻ. ഇനി എന്തിന് വേറൊരു സൊല്യൂഷൻ മക്കളെ, നമ്മൾ USSലെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് മാഷ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോ? നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം പഠിക്കാടാ, നോക്കിക്കോ. എന്താ സർ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ? സൂര്യനിൽ നിന്നുള്ള അൾട്രാ വയലറ്റ് രശ്മികളെ ഭൂമിയിലേക്ക് എത്തിക്കാതെ തടഞ്ഞു നിർത്തി ഭൂമിയെ സംരക്ഷിക്കുന്ന വാതകം ഏതാണ്? എന്താടാ ചോദിച്ചേ? ഗ്യാസ് പ്രൊട്ടക്ട് ദ എർത്ത്, എർത്തിനെ പ്രൊട്ടക്ട് ചെയ്യാണ്. എന്താ? അൾട്രാ വയലറ്റ് രശ്മികളെ, UV യിലെ അൾട്രാ വയലറ്റ് എന്ന് പറയുമ്പോൾ മക്കളെ പഠിക്കണേ UV ആണ് കേട്ടോ. ഈ UV അൾട്രാ വയലറ്റ് രശ്മികളെ ഭൂമിയിലേക്ക് എത്തിക്കാതെ നമ്മുടെ എർത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആരാണ് ചോദിച്ചാൽ ഓപ്ഷൻസ് നോക്കാം. പക്ഷേ എന്താ ഓപ്ഷൻ? ഓക്സിജൻ ഉണ്ട്, ഓസോൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, നൈട്രജൻ ഉണ്ട്. ആരാണ് മാഷ് ഇതിന്റെ ഉത്തരം? പഠിച്ചു വെക്കടാ, ഓസോൺ ആണ്. ആരാടാ? ഓസോൺ ആണ്. ഈ ഓസോണിന്റെ കളർ ചോദിച്ചാൽ ഒരു ബ്ലൂ കളർ ആയിരിക്കും കേട്ടോ. ഇനി എന്റെ മക്കൾ പഠിക്കാം, ഓസോൺ എന്ന് പറഞ്ഞാൽ O3 ആണ് കേട്ടോ. ഓസോൺ എന്ന് പറഞ്ഞാൽ എന്താടാ? O3 ആണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ വന്ന് നമ്മൾ ഇഷ്ടംപോലെ കണ്ടന്റ് പഠിച്ചേ, സെറ്റ് ആണല്ലോ. എങ്കിൽ സർ എടാ അതൊന്ന് ജസ്റ്റ് നോക്കിക്കോ, അതിന്റെ ഇമേജ് ഒന്ന് നോക്കടാ. എന്താണ്? ഓസോൺ ഉണ്ട് മാഷെ. ഇവിടെ ദാ സൺ ഉണ്ട്. ഈ സണ്ണിൽ നിന്നുള്ള അൾട്രാ വയലറ്റ് UV റേസ് വരാതെ ഇങ്ങനെ സംരക്ഷിക്കുന്ന ഒരു ലെയർ പോലെ നിൽക്കുന്ന ആളാണ് ആരടാ? നമ്മുടെ ഓസോൺ ചേട്ടായില്ലേ? അപ്പൊ ക്രിസ്റ്റൽ ക്ലിയർ ആണല്ലോ സർ. എങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഓസോൺ പാളിയിൽ വിള്ളൽ വീഴാൻ ഇടയാക്കുന്ന വാതകം. ഗ്യാസ് ദാറ്റ് causes a crack in the ozone layer, അഥവാ ഓസോൺ ലെയർ ക്രാക്ക് വരാൻ ചാൻസ് ഉള്ള ഒരു ഗ്യാസസ് ഉണ്ട്. ഏതറിയോ? നമ്മൾ ഫ്രിഡ്ജും റെഫ്രിജറേറ്റർ അറിയാം, പിന്നെ നമ്മൾ AC, അതൊക്കെ നല്ല അമിതമായി യൂസ് ചെയ്താൽ അതിൽ നിന്ന് വരുന്ന ഒരു ഗ്യാസ് ആടാ CFC അഥവാ ക്ലോറോ ഫ്ലൂറോ കാർബൺ. എന്താടാ? ക്ലോറോ ഫ്ലൂറോ കാർബൺ. സർ അതിന്റെ ഷോർട്ട് ഫോം എന്താ? സിമ്പിൾ ആയിട്ട് മാഷ് പറഞ്ഞുതരാം. ക്ലോറോ എന്ന് പറയുമ്പോൾ C കൊടുക്കുന്നു സർ, ഫ്ലൂറോ എന്ന് പറയുമ്പോൾ F കൊടുക്കുന്നു, വീണ്ടും കാർബൺ എന്ന് പറയുമ്പോൾ CFC. ഈ CFC ആടാ നമ്മുടെ ഓസോണിനെ ക്രാക്ക് വരാൻ കാരണമായിട്ടുള്ള ഗ്യാസ് ചോദിച്ചാൽ CFC ആണ്. അപ്പൊ സർ ഓസോൺ ക്രാക്ക് വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? പ്രിവെന്റ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും? റെഫ്രിജറേറ്ററുകളുടെ ഉപയോഗം കുറക്കാം, അല്ലെങ്കിൽ നമ്മളെ AC ഫ്രിഡ്ജ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് എപ്പോഴും ഓപ്പൺ ചെയ്ത് എന്ത് ചെയ്യുക? അത് കുറക്കാൻ പറ്റും സർ. അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഓസോണിനെ സംരക്ഷിക്കാൻ പറ്റും കേട്ടോ. സെറ്റ് അല്ലേ? എങ്കിൽ സർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആടാ. ഹരിതഗ്രഹവാതകങ്ങളിൽ പെടാത്തത് വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇസ് നോട്ട് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ്. ഗ്രീൻ ഹൗസ് ഗ്യാസസ് നമ്മൾ പഠിച്ചതാണല്ലേ. ഇതിൽ പെടാത്തത് ഏതാ? വിച്ച് ഓഫ് നോട്ട് ആണ്. ശ്രദ്ധിക്കണേ, പെടാത്തത് ചോദിച്ചാൽ പഠിച്ചു വെച്ചോടാ, കാർബൺ മോണോക്സൈഡ് ആണ്. ആരാടാ ഉത്തരം? കാർബൺ മോണോക്സൈഡ് ആണ്. കാർബൺ മോണോക്സൈഡ് എങ്ങനെ മാഷ് നമ്മൾ എഴുതുക? CO എന്നാണ് കേട്ടോ നമ്മൾ എഴുതുക. കാർബൺ മോണോക്സൈഡിനെ CO എന്നാണ് എഴുതുക കേട്ടോ. സെറ്റ് അല്ലേ സർ? എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താടാ? നോക്കിക്കോ. അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടിയാൽ സംഭവിക്കുന്നത് എന്താണ്? വാട്ട് ഹാപ്പൻസ് വെൻ ദ എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ഇൻക്രീസസ്? അറ്റ്മോസ്ഫിയറിലെ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ CO2 എന്നാണ്. ഈ CO2 ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക? സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക. നമുക്കറിയാം പ്ലാന്റ്സ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ, പ്ലാന്റ്സ് ഗ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ, പ്ലാന്റ്സ് വളരണം എന്നുണ്ടെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് വേണമെന്നൊക്കെ നമുക്കറിയാം അല്ലേ. കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യുന്നൂടാ? സ്വീകരിച്ചിട്ട് ഓക്സിജൻ പുറത്തോട്ട് വിടുന്ന ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം എന്നൊക്കെ അറിയാം. പക്ഷെ സർ അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ അത് ലിമിറ്റേഷൻ ആണ് മാഷെ. എന്താണ് ഉണ്ടാവുക? അന്തരീക്ഷ താപനില ഉയരുന്നു, അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ വിൽ ബി റൈസ് ആവുന്നു. സോ ഇതിനെ നമ്മൾ എന്ത് പറയാം? ഗ്രീൻ ഹൗസ് എന്ന് പറയാം. നമ്മൾ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയും, അല്ലെങ്കിൽ ഹരിതഗ്രഹ പ്രഭാവം എന്ന് പറയുന്നു. ഇത് എന്തെയ്യൂടാ? ഇത് നല്ലതല്ല മാഷെ, ഇത് ലിമിറ്റേഷൻ ആണ്. സെറ്റ് ആണല്ലോ സർ. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താടാ? ജലശുദ്ധീകരണത്തിൽ ക്ലോറിനേഷൻ നടത്താൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാണ്? വെള്ളം ശുദ്ധീകരിക്കാൻ നമുക്കറിയാം ക്ലോറിൻ ചേർക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ കിണറ്റിലൊക്കെ വന്നിട്ട് നമ്മളെ പഞ്ചായത്തിൽ നിന്നൊക്കെ വന്ന ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? വെള്ളം പ്യൂരിഫൈ ചെയ്യുന്നുണ്ട്. സർ എന്തായാലും ചേർക്കല്? ഓപ്ഷൻ വായിച്ചാൽ മക്കൾക്ക് കിട്ടും. കുമ്മായം, അമോണിയം ക്ലോറൈഡ്, സോഡിയം ക്ലോറൈഡ്, ബ്ലീച്ചിങ് പൗഡർ. സർ സിമ്പിൾ ആയിട്ട് ഉത്തരം കിട്ടും. ഇത് ബ്ലീച്ചിങ് പൗഡർ ആണ്. എന്താടാ? which substance is used to the chlorination in water purifying process? ക്ലോറിനേഷൻ ചെയ്യുക അല്ലെങ്കിൽ വാട്ടർ പ്യൂരിഫൈ ചെയ്യൽ ആരാടാ? നമ്മളെ ബ്ലീച്ചിങ് പൗഡർ ആണെന്നുള്ള കാര്യം എന്റെ മക്കൾ മറന്നു പോകരുത് കേട്ടോ. സെറ്റ് ആണല്ലോ സർ. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താടാ? വിച്ച് ഈസ് നോൺ ആസ് ഓയിൽ ഓഫ് വിട്രിയോൾ. ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത് ആരാണ് ചോദിച്ചാൽ നമ്മൾ പഠിച്ചതാടാ സൾഫ്യൂരിക് ആസിഡ് ആണ്. സൾഫ്യൂരിക് ആസിഡ് എന്ന് പറഞ്ഞാൽ മക്കളെ പഠിച്ചു വെക്കുക, H2SO4 ആണ് കേട്ടോ. സൾഫ്യൂരിക് ആസിഡ് എന്ന് പറഞ്ഞാൽ H2SO4 ആണ് സർ. സെറ്റ് ആണ്. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? പ്രോസസ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് അഥവാ ഹീറ്റ് ഇൻ എവറിഡേ ലൈഫ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ആട്ടോ, ആ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ. ഈ പ്രോസസ് ഓഫ് ഹീറ്റ്
ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ത്രൂ ദ ആക്ച്വൽ മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾ, അതായത് തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും തന്മാത്രകൾ മാറുന്നുണ്ടെങ്കിൽ ഇതെന്താടാ, പഠിച്ചു വെച്ചോളാ, കൺവെക്ഷൻ ആണ് അഥവാ സംവഹനമാണ്. എടാ വെള്ളം മാഷ് എന്ത് ചെയ്യുന്നുണ്ടാ, വെള്ളം അങ്ങോട്ട് തിളപ്പിച്ചു എന്ന് വിചാരിക്കാം. വെള്ളം എന്ത് ചെയ്തടാ, നല്ല അടിപൊളിയായിട്ട് നല്ല ചൂട് കൊടുത്ത് തിളപ്പിച്ചു. ഇവിടെ നല്ല അടിപൊളിയായിട്ട് വെള്ളത്തിന്റെ മോളിക്യൂൾസ് എന്ത് ചെയ്യടാ, താഴെ പെട്ടെന്ന് വെള്ളത്തിന്റെ മോളിക്യൂൾസ് നല്ല ചൂട് കിട്ടും. ഈ ചൂട് കിട്ടിക്കഴിഞ്ഞാൽ മൂപ്പരാൾ എന്ത് ചെയ്യും, മുകളിലോട്ട് പോകും, പക്ഷേ മുകളിലോട്ട് പോകുന്നു. സോ അവിടുത്തെ മോളിക്യൂൾസ് ഒക്കെ ഇങ്ങോട്ടേക്കും താഴോട്ടും വരും സർ. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്, മോളിക്യൂൾസ് തമ്മിൽ ഡിസ്പ്ലേസ് ചെയ്യുന്നുണ്ട് അഥവാ സ്ഥാനമാറ്റം സംഭവിക്കുന്നുണ്ട്. സോ ഇതിനെ പറയുന്ന പേരാണ് കൺവെക്ഷൻ. സെറ്റ് അല്ലേ സർ? എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താടാ, ദ സബ്സ്റ്റൻസ് യൂസ്ഡ് ടു ഐഡന്റിഫൈ ആസിഡ് ആൻഡ് ആൽക്കലീസ് ആർ നോൺ ആസ്, അഥവാ ആസിഡുകളെയും ആൽക്കലികളെയും നമ്മൾ മനസ്സിലാക്കാൻ യൂസ് ചെയ്യുന്നത് എന്താ ചോദിച്ചാൽ കളർ മാറിയിട്ടാണ്ടോ മനസ്സിലാക്കാൻ പറ്റുക. ഇവനെ പറയുന്ന പേരാണ് സൂചകങ്ങൾ അഥവാ ഇൻഡിക്കേറ്റേഴ്സ്. നമ്മളെ മഞ്ഞളൊക്കെ ഉണ്ടല്ലോ, മഞ്ഞൾ, ചീര, ഇതൊക്കെ എന്താടാ, ഈ സൂചകങ്ങളാട്ടോ, ഇൻഡിക്കേറ്റേഴ്സ് ആട്ടോ, നാച്ചുറൽ ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് ആട്ടോ. സെറ്റ് ആണ് സർ. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താടാ, വാട്ട് വിൽ ബി ദ കളർ ഓഫ് ലിറ്റ്മസ് പേപ്പർ ഇൻ ആസിഡ്, ആസിഡിൽ ലിറ്റ്മസ് പേപ്പറിന്റെ നിറം എന്താണെന്നാ ചോദിച്ചത്. അതായത് ആസിഡ് എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കി മാറ്റുന്നു മാഷേ. സോ സിമ്പിൾ കൺസെപ്റ്റ് ആണ്. ആസിഡിന്റെ ലിറ്റ്മസ് പേപ്പറിൽ എന്താടാ കളർ, ആസിഡിൽ ലിറ്റ്മസ് പേപ്പറിന്റെ നിറം ചോദിച്ചാൽ നമുക്കറിയാൻ പറ്റും എന്താടാ, റെഡ് കളർ ആണ് മാഷേ, കുഴപ്പമില്ല അല്ലെ. ആസിഡ് 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 ആസിഡ്. What will be the color of litmus paper in acid? ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ലിറ്റ്മസ് ആക്കി മാറ്റുന്നുണ്ട് സർ. സെറ്റ് കൺസെപ്റ്റ് ആണ്. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊന്നും വലിയ കുഴപ്പമില്ലല്ലോ. എങ്കിൽ ലാസ്റ്റ് ഇതൊരു ക്വസ്റ്റ്യൻ നോക്കടാ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് സ്ട്രോങ് ആസിഡ് യൂസ്ഡ് ഇൻ ലബോറട്ടറി, താഴെ തന്നിരിക്കുന്നവ ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന ശക്തി കൂടിയ ആസിഡ് ഏതാണ് ചോദിച്ചാൽ എന്താടാ നമ്മളെ ഉത്തരം? ഒന്ന് നോക്കടാ, സിട്രിക് ആസിഡ് ആണോ മാഷേ? സിട്രിക് ആസിഡ് അല്ല. കാരണം സിട്രിക് ആസിഡ് നമുക്കറിയാം ലെമണിലാണ്, നാരങ്ങയിലാണ്. അസിറ്റിക് ആസിഡ് ചോദിച്ചാൽ നമുക്കറിയാം വിനെഗറിലാണ് അഥവാ സുർക്കയിലാണ്. മാലിക് ആസിഡ് ചോദിച്ചാൽ നമുക്കറിയാം എന്താടാ, ആപ്പിളിലാണ് മാഷേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉത്തരം ഏതാ വരിക? നൈട്രിക് ആസിഡ് ആണ്. ഏതാടാ ഉത്തരം വരിക? നൈട്രിക് ആസിഡ് ആണ്. അപ്പൊ ലബോറട്ടറിയിൽ യൂസ് ചെയ്യുന്ന ശക്തി കൂടിയ പവർഫുൾ ആയിട്ടുള്ള ആസിഡ് ചോദിച്ചാൽ നമ്മൾ പറയുന്നു നൈട്രിക് ആസിഡ് ആണ്. അപ്പൊ എന്റെ മക്കൾ എന്ത് ചെയ്യടാ, ഇത്തരം ക്വസ്റ്റ്യൻസ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കടാ. പിന്നെ ഇതുപോലത്തെ എല്ലാ ക്വസ്റ്റ്യൻസിനും മക്കളെ ഈ ചാനൽ അടിപൊളിയായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. പിന്നെ ലൈക്ക് ചെയ്തോളി. അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.